അവർക്കും കൂടെ ഒരു തെളിച്ചവും വെളിച്ചവും അവരുടെ ജീവിതത്തിൽ അവരുടെ കാഴ്ചകൾക്ക് അവരുടെ ആശയങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തത കൊടുക്കാനും ഏത് രീതിയിലാണ് സ്ത്രീകൾക്കൊരു പ്രശ്നം വരുമ്പം സ്ത്രീകളെ കൂടെ ചേർന്ന് നിൽക്കേണ്ടത് എന്നുള്ള രീതിയിൽ ഒരു മാറ്റം സൃഷ്ടിക്കാനും സഹായിക്കട്ടെ എന്നുള്ളതാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ ചേച്ചിക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടേക്ക് പറഞ്ഞുതരാം. ഭർത്താവിനെ വഞ്ചിച്ച് അന്യപുരുഷന്റെ കൂടെ കിടപ്പിറ പങ്കിടുന്ന സ്ത്രീകൾ മോശപ്പെട്ട ജീവിതം നയിക്കുന്നവരാണ്. അത്തരം സ്ത്രീകൾക്കൊപ്പം നിൽക്കാനായിട്ട് നല്ല കുടുംബത്തിൽ പിറന്ന സ്ത്രീകളൊന്നും കൂടെ നിൽക്കില്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. പീഡിപ്പിക്കാൻ കിടന്നു കൊടുക്കുക, അതിനുശേഷം അവർക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുക, അത് കഴിഞ്ഞ് ഗർഭം ഉണ്ടാക്കുക, ഗർഭം അലസിപ്പിക്കുക, അത് കഴിഞ്ഞിട്ട് അത് എവിടെയോ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയുക, അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പീഡനം എന്ന് പറഞ്ഞ് ഇറങ്ങുക, എന്നിട്ട് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് പോലും ഇതുവരെയായിട്ടും കാനഡയിൽ നിന്ന് ഇന്ത്യയിലോട്ട് കാലുകുത്തിയിട്ടില്ല. ഒരു മെഡിക്കൽ ചെക്കപ്പ് പോലും ഇതുവരെയായിട്ടും നടത്തിയിട്ട് പോലുമില്ല. ഇവളെയാണോ ഞങ്ങൾ സ്ത്രീകൾ സപ്പോർട്ട് ചെയ്യേണ്ടത്? ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെപ്പോലുള്ളവര് വേണമെങ്കിൽ ഇവരുടെ അതേ പാത പിന്തുടർന്ന് പോകുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവളുമാരെ പോലുള്ള അതിജീവിതമാരെ നിങ്ങൾ 100% സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്കേ അതിന് സാധിക്കുള്ളൂ. ഞങ്ങളെപ്പോലുള്ള സാധാരണ കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീകൾക്ക് അതൊന്നും സാധിക്കില്ല. പിന്നെ കൂട്ടുകാരിക്ക് ഇപ്പൊ നന്നായിട്ട് പണി കിട്ടിക്കൊണ്ടിരിക്കുക. വ്യാജ IAS, വ്യാജ പേരുകള്, ഇനി എന്തൊക്കെ വരാൻ കിടക്കുന്നു നമുക്ക് വഴിയേ കാണാം.